ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടല്ല, എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാഞ്ഞത്, ഇപ്പോൾ ജോലിയൊക്കെ ഒന്നും ഇല്ലാതെ റിസൈൻ ചെയ്തിട്ടൊക്കെ വീട്ടിലിരിക്കുക, പിന്നെ എന്താ ഇത്ര തിരക്കെന്നൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പോൾ 2-3 ആഴ്ചയായിട്ട് നമ്മൾ കുറച്ച് തിരക്കുകളിലായിരുന്നു, അപ്രതീക്ഷിതമായിട്ട് വന്ന തിരക്കായിരുന്നു. അപ്പോൾ പനിയാണോ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പനിയൊന്നും അല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം നല്ലതും സന്തോഷം ഉണ്ടാകുന്നതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പോലും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യങ്ങളൊക്കെയാണ് 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ടൊരു ഒരു വർഷമൊക്കെ ആയിട്ട് നമ്മൾ ആലോചനയിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം സെറ്റായി വന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറേ പേര് പോലും ചിലപ്പോൾ ചിലർ ഈ വീഡിയോസിലൂടെയൊക്കെ ആയിരിക്കും അറിയുന്നത്. കൂടുതൽ പേര് അറിഞ്ഞു കാണും, കാരണം ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ FB പോസ്റ്റൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ 2 ആഴ്ചയായിട്ട് നല്ല ബിസിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ടെൻഷനായിട്ട് അങ്ങനെ പനിയോ അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആയിരുന്നില്ല നമ്മൾ ബിസി. സന്തോഷമുള്ള കാര്യങ്ങളായിട്ടായിരുന്നു ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഒരുപാട് ഒത്തിരി സന്തോഷിച്ച കുറച്ച് ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇനിയും വരാനിരിക്കുന്നതും അതുപോലെ തന്നെ സന്തോഷമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ യൂട്യൂബിലുള്ള ആരും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്താണ് കാര്യങ്ങളൊക്കെ. എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മുടെ സിനിമയ്ക്കകത്തൊക്കെ പറയുന്നവരെ എല്ലാ ഷടപടേന്നായതുകൊണ്ട് ഒന്നും പറയാനോ ഒന്നും പറ്റിയില്ല. നമ്മുടെ വീഡിയോസിലാണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ എൻഗേജ്മെന്റ് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു 2-3 ഞാൻ പറഞ്ഞില്ലേ 2-3 തവണ പറഞ്ഞെന്ന് തോന്നുന്നു, 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ പോലും ഒത്തിരി പേരൊന്നും ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സോറി പറയുന്നു. കാരണം വെച്ചാൽ നിങ്ങളെ ആരെയും ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതോ അല്ലെങ്കിൽ പറയണ്ടെന്ന് വിചാരിച്ച് വിട്ടതോ, നിങ്ങൾ ആരും എനിക്ക് ഇമ്പോർട്ടൻസ് അല്ലാത്തത് കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയതോ ഒന്നുമല്ല. നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പെട്ടെന്ന് വന്ന ഒരു പ്രപ്പോസൽ, 1 ഇയർ ആയിട്ട് ഒരു മാരേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഒരു പ്രപ്പോസൽ വന്നത്. അത് നമുക്കൊരു സങ്കല്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു 100% ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു സങ്കല്പങ്ങൾക്കൊക്കെ അനുസരിച്ചൊരെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ പെണ്ണ് കാണലും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് വരലും എൻഗേജ്മെൻറ്റും എല്ലാം പെട്ടെന്ന് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത്ര വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്ക് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. മെയ് 1-നായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞല്ലോ. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു പെട്ടെന്ന് വന്ന തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി നമ്മുടെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് പോലും ഒത്തിരി നേരത്തെ വന്നു. കാരണം ചേട്ടന് അബുദാബിയിലാണ്. അപ്പോൾ തിരിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാരേജ് എന്തായാലും ഒരു 6 മാസം 6 months ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് വന്നതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സ്, യൂട്യൂബിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ നേരിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനെയും ഒന്നും എനിക്ക് അറിയിക്കാൻ പറ്റാതെ പോയത്. എൻ്റെ ഏകദേശം ഒരു പെണ്ണ് കാണൽ മുതൽ എൻഗേജ്മെൻറ്റിൻ്റെ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു രീതിയിലൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കസിൻസും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഒക്കെ എടുത്തത്. അവരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് എൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ടൊന്ന് കവർ ചെയ്യാനൊക്കെ പറ്റിയത്. എൻ്റെ എൻഗേജ്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ സൂര്യനൊക്കെ വന്നു, നേരെയൊക്കെ വെളുത്തു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇപ്പൊ കാണിക്കാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് അച്ഛനും അമ്മയൊക്കെ എന്നെ പെണ്ണ് കാണാൻ വന്നതിന് ശേഷം ആദ്യമായിട്ട് ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ ഇത്രയും പേരായിരുന്നു കേട്ടോ അന്ന് ആദ്യമായിട്ട് വീട്ടിലേക്ക് പോയത്. അച്ഛനും അമ്മയും അപ്പച്ചി ഇക്കു പിന്നെ അനിയനും പോയി. അത്രയും പേര് അവരൊരു 5 പേരാണ് അന്ന് ആദ്യമായിട്ട് പോയത്. ഏപ്രിൽ 12-നായിരുന്നു എന്റെ ഫസ്റ്റ് പെണ്ണ് കാണല്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 21-നാണ് പിന്നെ അവര് ഇടയ്ക്ക് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇത് അങ്ങോട്ട് പോകുന്നതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ അങ്ങോട്ട് പോയി അവർ കണ്ട് ഇഷ്ടപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അപ്പോഴത്തെ വീഡിയോ നിൽക്കാൻ പറ്റിയില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കും രാത്രിയായി. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു 3 മണിക്കൂറോളം അങ്ങോട്ട് ട്രാവൽ ഉണ്ട്. തിരിച്ചു വന്നപ്പോൾ 7-7:30 മണിയൊക്കെ ആയിരുന്നു.
ഇങ്ങോട്ടും പോക്കും വരവും ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. അപ്പൊ ഇനി നമുക്ക് ബന്ധുക്കൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഒക്കെ ഉണ്ട്. അപ്പൊ 27-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അത് 27-ാം തീയതി രാവിലെ തന്നെ എന്റെ മാമനും മാമിയും എത്തിയിട്ടുണ്ട് പോകാനായിട്ട്. അപ്പൊ ഇന്ന് മാമന്റെ മാമയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ രാവിലെ തന്നെ കുളിച്ച് സുന്ദരന്റെ സുന്ദരിയായിട്ട് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. മാമൻ റെസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കാരണം ഇനി ഉച്ചയായി 1:30 ആകുമ്പോഴത്തേക്ക് 1 മണിക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടെ ഇന്നത്തെ പോക്കിലും വരവിൽ ഇന്ന് എനിക്ക് റോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോകണം. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പുരികൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പയും ഞാൻ ഇവിടെയാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ പോയ ആ കൂട്ടത്തിലുണ്ടായിരുന്നത് കൊണ്ട് അപ്പൊ ഇതവിടെ പോകുന്നില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ വീട്ടിൽ തന്നെ ഉള്ളു, എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് കൂട്ടിന് വേണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇക്കു അമ്മയ്ക്ക് വഴി പൊട്ടെ സൈഡ് പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് മുന്നോട്ട് 18 വയസ്സാകുമ്പോൾ ഒരവസ്ഥ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പൊളിയാണ് കേട്ടോ. ഇവന്റെ ഈ പ്രായത്തിൽ എനിക്കാണെങ്കിൽ കാറിന്റെ ഡോറ് തന്നെ അടയ്ക്കാൻ പോലും അറിയത്തില്ലായിരുന്നു, സൈഡ് പറഞ്ഞു കൊടുക്കുന്നത് പോയിട്ട്. അപ്പൊ കാറൊക്കെ തിരിച്ച് ഞങ്ങൾ നേരെ ഇലവന്തിട്ടയിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത ആ ഒരു ബ്യൂട്ടി പാർലർ വേഗയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചേച്ചിയുടെ 2 ബ്യൂട്ടി പാർലർ ഉണ്ട്, ഒന്ന് നമ്മുടെ വീടിന്റെ അടുത്ത്, പിന്നെ ഒന്ന് ഇലവന്തിട്ടയില്. അപ്പൊ ആ ചേച്ചി അവിടെ ആണുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി പോവാണ്. ഞാനൊക്കെ പറയുന്നു പോ. ഇപ്പൊ ചെറുക്കൻ വീട് കാണലൊക്കെ ട്രെൻഡിങ് ആണെങ്കിലും ചെറുക്കന്റെ വീട്ടിലേക്ക് പെണ്ണൊക്കെ കല്യാണത്തിന് മുമ്പ് പോകുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നു വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ എന്റെ ഒരു ഫാമിലി അത്ര വലിയ പുരോഗമനത്തിലേക്കൊന്നും എത്തിയിട്ടില്ലാത്തത് കൊണ്ട് അവരെന്നെ പോകാൻ സമ്മതിക്കത്തില്ല. ചേട്ടന്റെ വീട്ടുകാർ സമ്മതിച്ചാലും എന്റെ വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടിക്കൊന്നും നിന്നില്ല. അപ്പൊ നമ്മൾ നേരെ ഇലവന്തിട്ടയിലേക്ക് വിടുകയാണ്. കേരളത്തിലെ 14 ജില്ലകളും ചൂടിന്റെ കാര്യത്തിൽ ആരാണ് മുന്നിലെത്തുന്നതെന്ന് ദിവസം നല്ല കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ പത്തനംതിട്ട ഒട്ടും പറയലൊന്നുമല്ല, നല്ല അടാറ് ചൂടാണ്. നമ്മൾ വണ്ടിയൊക്കെ കുറച്ചു നേരം ഒന്നിട്ടിട്ട് അതിനകത്തോട്ട് വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി അയൺ ബോക്സിനകത്തൊക്കെ കയറി ഇരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇവിടെ പോയിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇറങ്ങി നമ്മുടെ അനുപമ ബേക്കറി ഇലവന്തിട്ടയിലെ അലുമ ബേക്കറിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പൊ ഇറങ്ങിയ സമയത്ത് കുറച്ച് ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അവന് സ്പ്രൈറ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ച് കാറിൽ വന്ന് നല്ല തണുത്ത സ്പ്രൈറ്റ് പൊട്ടിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ വെയിലത്തുനിന്ന് വന്നിട്ട് തണുത്ത വെള്ളം കുടിക്കരുതെന്ന് അറിയാം, പക്ഷെ ഇപ്പൊ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുടിക്കല്ലാതെ വേറെ വഴിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്നില്ലെങ്കിൽ കാർ അവർക്ക് ആവശ്യമുണ്ട്. കാരണം 18 പേരാണ് ഇന്ന് അവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. 18 പേര് തന്നെ നമ്മൾ വളരെ ലിമിറ്റഡ് ആക്കിയതാണ്. കാരണം പോകാനൊക്കെ ആണെങ്കിൽ ഒരുപാട് ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് ഒത്തിരി പേർക്കൊന്നും വരാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അപ്പൊ ഒരു 4 വണ്ടിയിൽ ഒരു 18 പേരാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ചേട്ടന്റെ വീട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാരും റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് ടീംസ് ഒക്കെ വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 1 മണിക്ക് ഇറങ്ങണമെന്നാണ് പ്ലാൻ ചെയ്തത്. നമ്മളിവിടുന്ന് 1 മണിക്ക് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്താലേ 2 മണിക്കെങ്കിലും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പൊ സ്പ്രൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്.
അപ്പൊ കുറച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് മാമനും അർജുനും ഒക്കെ പോയിട്ട് കാറിനകത്ത് പെട്രോൾ ഒക്കെ അടിച്ച് ഫുൾ സെറ്റ് ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് പേരോട് ഞാൻ പറഞ്ഞില്ല, എന്റെ അപ്പച്ചി, ചിറ്റപ്പന്, അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ എത്താറുണ്ട്. അപ്പൊ അവരും കൂടെ ഒക്കെ എത്തിയിട്ട് നേരെ പോകാനായിട്ടാണ്. അപ്പൊ ഇക്കു ഇത്തവണ പോകുന്നില്ല, കാരണം ഇക്കു ആയിരുന്നു ആദ്യം പോയി വീടൊക്കെ കണ്ടെല്ലാം തൃപ്തിപ്പെട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ ഇന്ന് പോകുന്നില്ല. ദീപമ്മ കാടും പടലൊക്കെ പറിച്ചോണ്ട് തുളസിക്കതിരും മുടിച്ചോടി പോവാൻ. എന്റെ ഇടയ്ക്കൂന്റെ കണ്ണാടി അതെ. അങ്ങ് ദൂരെന്ന് വെള്ളയൊക്കെ ഇട്ട് മാലാഖയെ പോലെ നടന്നു വരുന്നത് എന്റെ അച്ഛന്റെ അമ്മാവനാണ്. അപ്പൊ പോകാനുള്ളതിൽ ഏറ്റവും പ്രായം കൂടി, അതായത് കാർണവർ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരാളാണ് പുള്ളി. അപ്പം 1 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചത് നടക്കത്തില്ല എന്നറിയാം. ഇപ്പൊ തന്നെ സമയം 1:10 അപ്പോഴത്തേക്കും 1:10 കഴിഞ്ഞ് 1:15 ആയപ്പോഴത്തേക്ക് ചിറ്റപ്പം വന്നു വണ്ടിയൊക്കെ തിരിച്ച് ഒതുക്കിയൊക്കെ സൈഡാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇനി അപ്പച്ചി കൂടെ വന്നാൽ മതി. അപ്പച്ചി മാമനും കൂടെ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഞാൻ വന്ന വഴിക്ക് ഇവിടെ തന്നെ ഇരുന്നു, കാരണം ക്ഷീണം കൊണ്ട് ഇവിടെ ഇരുന്നു. അപ്പൊ വീട്ടിൽ ആരെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ ജസ്റ്റ് വീട്ടിലേക്ക് പോയി ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ മാമനൊക്കെ ഇങ്ങനെ പോകാനായിട്ട് ത്വരയായിട്ട് ഇങ്ങനെ വാദത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പക്ഷെ എല്ലാവരും കൂടെ വന്നിട്ടല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പച്ചിയൊക്കെ ആണെങ്കിൽ വഴിയിൽ അവർ വെയിറ്റിംഗ്, അവർ വീട്ടിലോട്ട് വരാതെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് വഴിയിൽ നിന്ന് അങ്ങ് പോകാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. മാമിയൊക്കെ സാരിയൊക്കെ കൊടുത്ത്, എന്റെ ഒരേ ഒരു അമ്മായിയാണ്. അപ്പം അമ്മായിയൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സമയം ഒരു 1:45 കഴിഞ്ഞ ആ സമയം ആയപ്പോഴത്തേക്ക് എല്ലാരും ഓൾമോസ്റ്റ് വന്നു പോകാൻ വേണ്ടിയിട്ട് റെഡിയായി എല്ലാരും ഇറങ്ങുകയാണ്. വരുമായിരിക്കും. ചെറുക്കന് ചക്കയൊക്കെയാണ്. ആദ്യമായിട്ട് കാണുന്നതിന് ചക്കയൊക്കെയാണ്. പിന്നല്ലാതെ എന്നെ വെറുതെ ഇതാക്കരുത്, ഞാൻ ചിലപ്പോ കേറിയിരിക്കും. അങ്ങനെ എല്ലാവരും ഇറങ്ങി, എല്ലാവരുടെയും കയ്യിൽ ഓരോ കുപ്പി വെള്ളമൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. കാരണം കുറച്ച് ദൂരം യാത്രയൊക്കെ ചെയ്യണ്ടേ. അപ്പൊ ഞാൻ വീടൊക്കെ പൂട്ടിയിട്ട് അപ്പുറത്ത് അപ്പയുടെ വീട്ടിൽ പോയിരിക്കാൻ വേണ്ടി അവിടെ പോയി. അപ്പൊ ഒരു 3 മണിയൊക്കെ ആയപ്പോ അവരവിടെ എത്തിയെന്ന് പറഞ്ഞു. 1 മണിക്കൂർ എങ്ങാണ്ടാന്ന് തോന്നുന്നു അവിടെ സ്പെൻഡ് ചെയ്ത്. അതൊക്കെ കഴിഞ്ഞൊരു 6:15, 6:30 ആവാറായ സമയത്ത് ഒരു തിരിച്ചു വന്നു. അങ്ങോട്ട് പോയത് അച്ഛനൊക്കെ ആണെങ്കിൽ തിരിച്ചു വന്ന അർജുനൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും നല്ല ക്ഷീണത്തിന്റെ ആ ഒരു യാത്രയുടെ ഒക്കെ ടയർഡിലൊക്കെ ആണ്. അപ്പൊ വല്യമ്മമാരുടെ സംഘമാണ് ആദ്യം എത്തിയത്. അർജുനും അമ്മയൊക്കെ പിന്നെ വന്നത്. അർജുനും അതുപോലെ തന്നെ മാമിയും അദ്വൈതും ഒക്കെയാണ് വന്നത്. അപ്പൊ എല്ലാരും ക്ഷീണത്തോടുകൂടി ഇറങ്ങി നല്ല ക്ഷീണത്തിൽ സട കുടഞ്ഞെഴുന്നേക്കുകയാണ്. അപ്പൊ എല്ലാരും നല്ല ചിരിച്ച് കളിച്ചൊക്കെ വരുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്.
അപ്പൊ എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു. അവരുടെയൊക്കെ ഒരു ഫേസ് കണ്ടാൽ തന്നെ അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയപ്പോ പലർക്കും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ ഒരു മാരേജ് പ്രപ്പോസലൊക്കെ വന്നപ്പോ പൊതുവെ ആർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുക്കന്റെ വീട് കൊല്ലത്താണെന്നൊക്കെ പറയുമ്പോ എന്തോ നമ്മൾ അന്യഗ്രഹത്തിലോട്ടൊക്കെ പോകുന്ന പോലെയാണ് ചില ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്ത് അവർ നമ്മളെ കൂടെ പേടിപ്പിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് വെച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം പ്രശ്നക്കാരാണെന്നൊന്നും അങ്ങനെ വിധി എഴുതുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എന്തായാലും പോയിട്ട് വന്നവരെല്ലാം ചെറിയ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നവരെല്ലാം ഫുൾ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ അവരുടെ ഹാപ്പിനെസ് കണ്ടപ്പോ ഞാനും ഹാപ്പിയായി. അപ്പൊ നാളെ അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവരെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ തയ്യാറെടുപ്പിലും കാര്യങ്ങളും ഒക്കെയാണ്. മാമനൊക്കെ അവിടെ നിന്ന് തന്നെ സ്ഥലം വിട്ടു. അപ്പൊ മാമി ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. അപ്പൊ നാളെ ഇവരെല്ലാം ഇങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നതിന്റെ കാര്യമൊന്നും അത്ര പ്ലാൻ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. അപ്പൊ ഷോർട്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെ, എന്റെ പെണ്ണ് കാണലാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ചേട്ടനെ ക്ലിയർ ആയിട്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ ചേട്ടനോട് പറയാതാണ് പ്ലാൻ ചെയ്തത് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് പാളിപ്പോയി. കാരണം ആദ്യം വന്ന സമയത്ത് ചേട്ടനാണെങ്കിൽ നേരെ ഉണ്ടായിരുന്ന ഒരു സെറ്റിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വീഡിയോ കിട്ടും, അവിടെ തന്നെ ഇരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞില്ല, സർപ്രൈസ് ആയിട്ട് വന്നത്. പക്ഷെ ഇത് പാളിപ്പോയി. പുള്ളി വന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള സെറ്റിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മുഖം ഒന്നും അത്ര ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പം അത് വിഷമിക്കേണ്ട, അടുത്ത വീഡിയോയിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ എൻഗേജ്മെന്റ് ഫംഗ്ഷനൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചേട്ടൻ്റെ വീട് കൊല്ലത്താണ്. മാട്രിമോണി ത്രൂ ആണ് നമുക്ക് ആലോചന വന്നത്. ഫസ്റ്റ്, അതായത് April 1 ഒരു റിക്വസ്റ്റ് വന്നത്, നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നതും ഒക്കെ. April 12 പെണ്ണ് കാണാൻ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടനും അമ്മയും അതുപോലെ തന്നെ അമ്മയുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിട്ട് വന്നത്. അന്ന് ജസ്റ്റ് ഒരു പെണ്ണ് കാണില്ല, എൻ്റെ ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നു. ഒരു വർഷമായിട്ട് ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളായിട്ട് വന്ന് എനിക്കെന്തോ നമുക്ക് നടക്കും എന്ന് ഉറപ്പുള്ളൊരു കാര്യത്തിന് മാത്രം, അതായത് പെണ്ണ് കാണാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് അയക്കുക, അതുപോലെ തന്നെ പത്രത്തിലൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ആലോചനകൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരെയും വരുത്തി അവരെയും ബുദ്ധിമുട്ടിക്കാനും, നമുക്കും എൻ്റെ അമ്മയൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അവരെയും വെറുതെ ബുദ്ധിമുട്ടി. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഫസ്റ്റ് പെണ്ണ് കാണലിൽ തന്നെ എനിക്ക് ഓക്കെ ആവണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ തന്നെ സംഭവിച്ചു. എൻ്റെയും ചേട്ടൻ്റെയും ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പെണ്ണ് കാണലിൽ തന്നെ കുറച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഒരു വൈബുള്ള ആൾക്കാരാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പോഴും വിശ്വാസം. അത് ഒരു ഫുൾ ഹാപ്പിയാണ്. എന്തായാലും ഫസ്റ്റ് പെണ്ണ് കാണലാണെങ്കിൽ April 12 അപ്പോൾ നമുക്ക് നടക്കോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ജസ്റ്റ് ഒരു പെണ്ണ് കാണലായിട്ട് വന്ന് കണ്ടിട്ട് പോട്ടെ എന്നൊക്കെ ഉള്ളൊരു മട്ടിലാണ് നമ്മൾ പെണ്ണ് കാണൽ സെറ്റ് ചെയ്തത്. അപ്പോൾ കണ്ട് അന്ന് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചെറുക്കൻ്റെ വീട് കാണാനൊക്കെ പോകുന്നൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ആഴ്ച അവരുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ, ചേട്ടൻ്റെ വീടിൻ്റെയൊക്കെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരാഴ്ച നീണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കസിൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞു, അതായത് അതിൻ്റെ ഇടയ്ക്ക് വിഷുവും കാര്യങ്ങളൊക്കെ വന്നു. വിഷുവിൻ്റെ 2 ദിവസം എന്നെ ഫസ്റ്റ് പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 21 ഞങ്ങളുടെ ഇവിടുന്ന് അച്ഛനും അമ്മയും അപ്പച്ചിയും കൂടെ അങ്ങോട്ട് പോയി കണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മാരേജ് ഓക്കെ ആയത്. അവരിങ്ങോട്ട് വന്ന് കണ്ടു ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ടും കൂടെ പോയി കണ്ട് എല്ലാം ഓക്കെ ആയി. പിന്നെ കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ടായിരുന്നു നടന്നത്. പിന്നെ അങ്ങോട്ട് പോകാൻ നമ്മൾ വീട്ടുകാർ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാ ബന്ധുക്കളെല്ലാം കൊണ്ട് കാണിക്കണം. അപ്പോൾ ഒരു സാറ്റർഡേ ഇവിടുന്ന് എല്ലാ ബന്ധുക്കളും അങ്ങോട്ട് പോയി കണ്ടു. സൺഡേ അവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നു. പിന്നെ ബുധനാഴ്ച എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളെല്ലാം നടന്നത്. അങ്ങോട്ട് എല്ലാവരും പോയ ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. ഇങ്ങോട്ട് വരുന്ന ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി അത്ര പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഫുൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെന്താ ഫുൾ ടെൻഷനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചതേ ഇല്ല. ലോങ് വീഡിയോയുടെ കാര്യം ഒരു ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ പെണ്ണ് കാണലൊക്കെ ഒരു മെമ്മറി ആയിട്ട് നിൽക്കുമല്ലോ എന്ന്. പക്ഷെ അത് ചീറ്റിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് പുള്ളി വന്നിരുന്നില്ല. പുള്ളി ഇരിക്കുമെന്ന് വിചാരിച്ചിടത്തിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ കിട്ടിയേനോ എന്ന്. പക്ഷെ സാരമില്ല, ഇനിയും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.